റൂം എടുത്തിട്ടിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഒന്നിനെയും കൂടെ കുട്ടിയെ ഉണ്ടാക്കി തന്ന് രണ്ടിനും കൂടെ പ്രസവ ആനുകൂല്യം ഒന്നിച്ച് വാങ്ങിത്തരാം. ഒരു കാര്യം ചെയ്ത് നിനക്ക് 2 പ്രസവം ഒന്നിച്ച് തരാടി. നീ എൻ്റെ 9:30 മണിക്ക് ഞാനൊരു വീടെടുത്തിട്ടുണ്ട്, അവിടെ വന്നാൽ മതി. നിനക്ക് ഒരു കൊച്ചിനെയും കൂടെ ഉണ്ടാക്കി തരാം. അതിനെയും കൂടെ വെച്ച് നിനക്ക് 2 പ്രസവം ഒന്നിച്ച് നിനക്ക് വാങ്ങിച്ചു തരാം. കണ്ടവൻ്റെ കുട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് നീ ഞങ്ങളടുത്ത് പൈസയ്ക്ക് വന്നിരിക്കുന്നത് എന്നാണ് ആ മാനേജറുടെ ഭാഗത്ത് നിന്ന് ഈ കുട്ടിക്ക് ഉണ്ടായ അനുഭവം. ലോകത്തൊരു പുരുഷനും പറയാൻ പാടില്ലാത്ത തരത്തിൽ വളരെ അപമര്യാദയായിട്ട് വളരെ കരുതിക്കൂട്ടി ഈ മാനേജർ ഈ കുട്ടിയോട് വളരെ മോശമായിട്ട് ഇല്ല, എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ തെളിവ് നമ്മളെ CCTV ദൃശ്യങ്ങളെല്ലാം അവിടെ പോലീസിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവരെന്താന്നിട്ട് തീരുമാനിക്കട്ടെ. നമുക്ക് എന്തായാലും നിയമത്തിന് നീതി കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. സ്ത്രീ സുരക്ഷയ്ക്കായി മുറവിളി കൂട്ടുന്ന സംഘടനകളും മാനുഷിക മൂല്യങ്ങളും അവകാശങ്ങളും കൊട്ടിഘോഷിക്കുന്ന സംവിധാനങ്ങളുമുള്ള ഈ കൊച്ചു കേരളത്തിൽ ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരിക്ക് പ്രസവ ആനുകൂല്യം ലഭിക്കുവാൻ എന്ത് വൃത്തികേടും സഹിക്കണോ? തലസ്ഥാന ജില്ലയിൽ വെഞ്ഞാറമൂട്ടിലാണ് സ്ത്രീത്വത്തെയും മാതൃത്വത്തെയും ലൈംഗികമായി അധിക്ഷേപിച്ച് യുവതിയെ മാനസികമായി പീഡിപ്പിക്കുവാൻ ശ്രമം നടന്നതായി പരാതിപ്പെടുന്നത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കീഴായിക്കുണത്തുള്ള പെട്രോൾ പമ്പിൽ ജോലി നോക്കുന്ന വാമനപുരം കണിച്ചോട് സ്വദേശിനിയായ 32-കാരിയാണ് പെട്രോൾ പമ്പിലെ ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യുവതി 2017 മുതൽ ഈ പെട്രോൾ പമ്പിൽ ജോലി നോക്കി വരുന്നു. പല പ്രതിസന്ധികൾ മറികടന്ന് മാന്യമായി ജോലി നോക്കി വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന യുവതി പ്രസവം കഴിഞ്ഞ് തിരികെ എത്തി മറ്റേണിറ്റി ബെനിഫിറ്റ്സ് ആവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ നൽകാൻ തയ്യാറായില്ലെന്നും തുടർന്ന് യുവതി കമ്പനിക്ക് പരാതി നൽകുകയും ചെയ്തുവെന്ന് പറയുന്നു. പ്രസവ ആനുകൂല്യം ലഭ്യമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പമ്പ് മാനേജ്മെന്റ് അത് നിഷേധിക്കുന്നതായാണ് യുവതി പരാതിപ്പെട്ടത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്പനിയിൽ നിന്ന് പമ്പ് മാനേജറുടെ വിവരം അന്വേഷിക്കുകയും തുടർന്ന് പമ്പ് മാനേജർ യുവതിയെ ക്യാബിനിലേക്ക് വിളിച്ച് കണ്ടവന്റെ കൊച്ചിനെ ഉണ്ടാക്കിയതിന് നിനക്ക് ഞാൻ പണം തരില്ലെന്നും രാത്രി 9:30 മണിക്ക് ശേഷം ഞാൻ എടുത്തിട്ടുള്ള വീട്ടിൽ വന്നാൽ ഞാനും കൂട്ടുകാരും ചേർന്ന് ഒരു കുട്ടിയെ ഉണ്ടാക്കി നൽകാമെന്ന് വളരെ മോശമായ രീതിയിൽ പറയുകയും നീ കൂടുതൽ വിളച്ചിലെടുത്താൽ വച്ചേക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് യുവതി പറയുന്നു. കമ്പനി പമ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ജോലിക്ക് വന്നിട്ട് 5 വർഷമായി. അത് കഴിഞ്ഞ് ഞാൻ പ്രസവം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരണം, ശമ്പളം കൈപ്പറ്റിയില്ലെന്നൊരു സർട്ടിഫിക്കറ്റ് ചോദിച്ചവൻ പറഞ്ഞ് അതെന്തുകൊണ്ടായാലും നിങ്ങൾക്ക് തരാനും ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മേഡത്തിന് കമ്പനി വന്നിട്ട് ഒരു മേഡത്തിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മേഡം പറഞ്ഞ് ഇയാൾക്ക് പ്രസവ ആനുകൂല്യമുണ്ട്, ഇയാൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇയാൾ മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നിയമപരമായിട്ട് ചോദിച്ച് ഒരു സാറിൻ്റെ കൂടെ ചോദിച്ച് പറഞ്ഞ് ശമ്പളം എല്ലാം ഉണ്ട്, ഇയാൾ എന്തായാലും കമ്പനിക്ക് കംപ്ലൈൻറ്റ് ചെയ്തോളാൻ പറഞ്ഞു. കമ്പനിക്ക് കംപ്ലൈൻറ്റ് ചെയ്ത ശേഷം തൊട്ട് എനിക്ക് ഇന്നായിട്ട് മൊത്തം ദിവസവും അപമര്യാദയുള്ള രീതിയിലുള്ള പെരുമാറ്റവും ഇയാൾ 9:30 മണി കഴിയുമ്പോൾ എൻ്റെ റൂമിലോട്ട് വന്നാൽ അവിടെ റൂം കിടായിക്കൊണ്ട് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾ റൂം എടുത്തിട്ടിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഒന്നിനെയും കൂടെ കുട്ടിയെ ഉണ്ടാക്കി തന്ന് രണ്ടിനും കൂടെ പ്രസവ ആനുകൂല്യം ഒന്നിച്ച് വാങ്ങിത്തരാം എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കുകയും പല സ്റ്റാഫുകളോട് പറഞ്ഞ് കൈയടിയും ഒരു ചിരിയുമായിരുന്നു. അതിനുശേഷം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇതേപോലെ പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിനക്ക് ആനുകൂല്യമല്ല ഞാൻ മേടിച്ച് തന്ന് ഒന്നും കൊണ്ടും പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ വയ്യാതായി, അങ്ങ് ശരീരം തളർന്ന് ഒരുമാതിരി ആയപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് പറഞ്ഞ് സാർ എനിക്ക് ഒത്തിരി വയ്യ, എന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ കൊണ്ടുപോകാൻ ഇവിടെ നിന്ന് ആരുമില്ല, നിൻ്റെ മറ്റവന്മാരെ വിളിച്ചുകൊണ്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അത് വിളിച്ച് പറഞ്ഞ ശേഷം ഈ കുട്ടി ഒരു സ്റ്റാഫിനെ അവിടെ നിന്ന് തന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയപ്പോൾ കന്യാകുളങ്ങര ആശുപത്രിയിൽ ചെന്നപ്പം പറഞ്ഞ് ECG എടുക്കണമെന്ന് പറഞ്ഞു. ECG എടുത്ത ശേഷം എനിക്കെന്നെ ബോധമൊന്ന് പോയി, നല്ല ഇതായപ്പോൾ പറഞ്ഞ് കണ്ടീഷൻ മോശമാണ്, പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന്. അവിടെ ആംബുലൻസ് ഇല്ല, പ്രൈവറ്റായിട്ട് ഒരു ആംബുലൻസിനെ വിളിച്ച് വിടണമെന്ന് പറഞ്ഞു. അതിന് വിളിച്ച് അവിടെ ചെന്ന് മെഡിക്കൽ കോളേജിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ അവിടെ നിന്ന് തന്നെ ആംബുലൻസ് ഡ്രൈവർ ഇവിടെ ഓഫീസിൽ വിളിച്ച് ഈ കുട്ടിയുടെ സ്ഥിതി മോശമാണ്, പെട്ടെന്ന് ഇവിടെ എത്തുകയും അവരെ കയ്യിൽ 1 രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, അവർ എന്ത് വേണോ ചെയ്യട്ടെ, അവരെ കാര്യം ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ ലീവ് കഴിഞ്ഞ് ഇന്ന് വന്നപ്പോൾ പറയുന്നത് ഇന്നിവിടെ ജോലിക്ക് നിൽക്കാൻ പറ്റില്ല, ഇയാൾ ഇവിടെ ഈ കാമ്പൗണ്ടിൻ്റെ അകത്തുനിന്ന് തന്നെ ഇറങ്ങിപ്പോക്കോന്ന് പറഞ്ഞു. 2 പോലീസുകാരെ വിളിച്ച് ഇവിടെ വരുത്തിയിട്ട് പറഞ്ഞു നമ്മുടെ സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. അതിനു വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും നിയമത്തിന് നീതി കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇത് കേട്ട് തകർന്ന യുവതിക്ക് നെഞ്ചുവേദന ഉണ്ടാകുകയും തുടർന്ന് സഹപ്രവർത്തകരിൽ ചിലർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തു. മാത്രമല്ല വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് കാരണമാണ് ചികിത്സ തേടിയതെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റെക്കോർഡ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി ഞങ്ങളുടെ
സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുട്ടി പ്രസവത്തിന് വേണ്ടി പോവുകയും പ്രസവ ആനുകൂല്യത്തിൽ നിന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പം അന്നേരം ഈ പ്രസവ ആനുകൂല്യങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ ആ കുട്ടിയോട് മോശമായ രീതിയിൽ പെരുമാറുകയും കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത്, അതായത് 7-ാം തീയതി 6:30 മണിക്ക് ഒരു 6-ന്റെ എന്ന MPയിൽ ജോലി ചെയ്യുകയും അവിടെ ചെന്ന് മാനേജരായ അകത്ത് വിളിക്കുകയും ആ കുട്ടിയോട് ഇങ്ങനെ വിളിച്ചപ്പോൾ എന്നെ ഈ കുട്ടി വിളിച്ച് പറയുകയും ചെയ്തു. ഞാൻ അകത്ത് ചെന്നപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കരമായി ഇഷ്യൂ നടക്കുന്നു. ഞാൻ ഇറങ്ങി ഇനി പോരുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവളോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്ത് നിനക്ക് 2 പ്രസവം ഒന്നിച്ച് തരാടി, നീ എൻ്റെ 9:30 മണിക്ക് ഞാനൊരു വീടെടുത്തിട്ടുണ്ട്, അവിടെ വന്നാൽ മതി, നിനക്ക് ഒരു കൊച്ചിനെയും കൂടെ ഉണ്ടാക്കി തരാം, അതിനെയും കൂടെ വെച്ച് നിനക്ക് 2 പ്രസവം ഒന്നിച്ച് നിനക്ക് വാങ്ങിച്ചു തരാം, കണ്ടവൻ്റെ കുട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് നീ ഞങ്ങളടുത്ത് പൈസയ്ക്ക് വന്നിരിക്കുന്നത് എന്നാണ് ആ മാനേജറുടെ ഭാഗത്ത് നിന്ന് ഈ കുട്ടിക്ക് ഉണ്ടായ അനുഭവം. അതേപോലെ ഞങ്ങളും ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഞങ്ങൾ അറിയിക്കാൻ കാരണം അത്രമാത്രം ആ സ്ഥാപനത്തിൽ ജോലിയിൽ പല സ്ത്രീകളും വെളിയിൽ പറയാൻ വയ്യാത്ത ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പക്ഷെ അവരും വെളിയിൽ പറയാതെ അവരുടെ ജോലി പോവും എന്നുള്ള വിചാരത്തിൽ എല്ലാവരും ക്ഷമിച്ചു പോകും. ഞങ്ങളെപ്പോലെ 2-3 പേര് പ്രതികരിക്കുന്നത്, ഞങ്ങളെപ്പോലെ 2-3 പേര് പ്രതികരിക്കുന്നത്. അങ്ങനെ ഉള്ള ആൾക്കാരെ ഇവർ പുറത്താക്കാനാണ് മാക്സിമം അവർ നോക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ കുട്ടിക്ക് ആ പറഞ്ഞ് സംഭവം നടന്നത്, അതായത് 7-ാം തീയതി സംഭവം നടന്നതിൻ്റെ അന്ന് വൈകുന്നേരം പെട്ടെന്ന് വയ്യാതാവുകയും ആ MPയിൽ തന്നെ ഛർദ്ദിച്ച് ബോധക്കേട് വരികയും ചെയ്തപ്പോൾ ഞാൻ ചെന്ന് ആ കുട്ടി ചെന്ന് ചോദിച്ചപ്പോൾ ആരും ഇവിടുന്ന് പോകാൻ പറ്റില്ല, അതിൻ്റെ മറ്റവന്മാരാരെങ്കിലും വിളിച്ചുകൊണ്ട് പോടിയെന്ന് മാനേജർ മാർട്ടിൻ പറയുകയും എന്നെ വന്ന് അറിയിക്കുകയും ചെയ്തു. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി പോയി. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഞാൻ കൊണ്ടുവന്ന് കന്യാകുമാരി ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് കുട്ടിയുടെ സ്റ്റേജായി. അവിടുന്ന് ഉടൻ തന്നെ അവരൊരു ഇഞ്ചക്ഷനും കൊടുത്തിട്ട് പറഞ്ഞ് പെട്ടെന്ന് കുറച്ച് ഗുളികയും കഴിച്ചിട്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ സ്റ്റേജ് വളരെ മോശമാവുകയും ചെയ്തു. പിന്നെ അങ്ങോട്ട് കുട്ടിക്ക് വേണ്ട ചികിത്സയെല്ലാം ചെയ്തു. 12-1 മണി വരെ ഞങ്ങൾ 2 പെൺപിള്ളേർ തനിച്ചാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ. ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഞങ്ങൾ പറഞ്ഞിട്ട് പോലും ആംബുലൻസിന് കാശ് തരുവേ, വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യും. ഒരാണുങ്ങളെ പോലും ഞങ്ങൾക്കൊപ്പം വിട്ടു തരുകയും ചെയ്തില്ല. ഈ 2 സ്ത്രീകൾ 12:30 മണിക്ക് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇത്രയും വിഷമിച്ച് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്. ഇവരാരും ഒരു മൈൻഡ് ചെയ്ത് ഇപ്പം ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ആ കുട്ടിയെ ഡ്യൂട്ടിക്ക് കയറണ്ട എന്ന് പറയുന്നു. എനിക്ക് എൻ്റെ ഫോൺ ആ പുള്ളിയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഏൽപ്പിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ അതിനുള്ള എഴുതി തരണം. എഴുതി തന്നാൽ എന്തിനാണ് എൻ്റെ ഫോൺ വാങ്ങിക്കുന്നതെന്നുള്ളത് നിങ്ങൾ അതിനുള്ള എഴുതി തരണം. എഴുതി തന്നാൽ എന്തിനാണ് എൻ്റെ ഫോൺ വാങ്ങിക്കുന്നതെന്നുള്ളത്, എന്താവശ്യത്തിനാണ്, ആരാണ് മേടിക്കുന്നത് എഴുതി തന്നാൽ ഞാൻ ഫോൺ തരാം എന്ന് ഞാൻ പറയും. ഇത് കമ്പനിയോട് നിയമപ്രകാരം ഇത് തരാൻ നിയമമുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ച് തരാമെന്നത് പറ്റത്തില്ല എന്നും പറഞ്ഞ് ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്നെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ മെഷീൻ ഓഫ് ചെയ്യുകയും വന്ന് ഓഫ് ചെയ്യുകയും ഇതിൻ്റെ അതിൻ്റെ പക്ക സാറും കൂടെ ഞങ്ങൾ വെളിയിലാക്കി പോലീസിനെ വിളിച്ച് അറിയിക്കുകയും ഞങ്ങൾ സ്റ്റേഷനിൽ ചെല്ലാൻ വിളിക്കുകയും പറയുന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ ആരും പറയാനില്ല. ഇത്രയും ഞങ്ങൾ സ്ത്രീകളോടുള്ള മോശമായി പെരുമാറുന്ന ഇത്രയും പ്രൊവൈഡർമാർ ഈ ഒരു സ്ഥാപനത്തിലും വച്ചുകൊണ്ടിരിക്കല്ലേ എന്നാണ് ഞങ്ങൾ അപേക്ഷ. ഇത്രയും വളരെ മോശമായാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞങ്ങൾ സഹിച്ചാണ് അതിനകത്ത് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ പ്രതികരിക്കാൻ കഴിവുള്ളവരെ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ജോലി കളയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും രീതി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ദൈവം നിങ്ങളെപ്പോലെ ഉള്ളവരെ, എനിക്ക് ഞങ്ങളെപ്പോലെ ഉള്ളവരെ ജോലി ചെയ്യുന്നത് ഇത് ഒരു കാരണത്തിൽ ആരും കൂട്ടു നിൽക്കരുത്. അതേപോലെ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് തൻ്റെ ഇടത്തോടെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് ജോലി പോയാൽ ഞങ്ങൾ മാനമാണ് ഞങ്ങൾക്ക് വലുത്. ഞങ്ങൾ ആ രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പ്രതികരിക്കും. ഇത്തരം പ്രൊവൈഡർമാർ ഒരു സ്ഥാപനത്തിനും വയ്ക്കരുത് എന്നാണ് ഞങ്ങൾ അപേക്ഷ. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. വളരെ നന്ദി. ഇക്കഴിഞ്ഞ മെയ് 7-നാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. തുടർന്ന് മെയ് 9-ന് യുവതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പരാതി അന്വേഷണ ഘട്ടത്തിലാണെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അതേസമയം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയെന്നും മാനേജർ പറയുന്നു. ഭാരതഭൂഷൺ ന്യൂസ് ചാനലിൽ നിന്നാണ്. പറഞ്ഞോ കേട്ടോ. ഞാൻ വിളിച്ചതേ എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ നമ്മൾ പമ്പിൽ വർക്ക് ചെയ്യുന്നതായിട്ട്? പമ്പിൽ എന്റെ പേരിൽ എന്താ കേസെന്നാട്ടോ കൊടുത്തേക്കണെന്ന് വെഞ്ഞാറമൂട് ഇന്ന് പോലീസ് വന്നായിരുന്നു. ഇന്നലെ വന്നല്ലേ? ഇന്ന് രാവിലെ വന്നായിരുന്നു. പിന്നെ അതൊരു രാവിലെ വന്ന് ഇന്നലെ വന്നായിരുന്നു. ഇന്നലെയാണ് വന്നത്. നിങ്ങൾ ഇന്നലെ സ്റ്റേഷനിൽ പോയിരുന്നല്ലോ? അല്ല, ഇന്ന് രാവിലെ പോലീസ് വന്നായിരുന്നു, ഉച്ചയ്ക്ക് വന്നായിരുന്നു. അപ്പൊ അവര് വന്ന് തെളിവൊക്കെ എടുത്ത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ്? പല രീതിയിൽ ആരോപിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന് അറിയാനാണ് വിളിച്ചത്.
ഇല്ല, എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ തെളിവ് നമ്മളെ CCTV ദൃശ്യങ്ങളെല്ലാം അവിടെ പോലീസിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവരെന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. ഓക്കെ കേട്ടോ. പ്രസവം കഴിഞ്ഞ് ജോലിക്കെത്തിയ സ്ത്രീക്ക് നേരെ ലൈംഗികപരമായി വളരെ മോശപ്പെടുത്തി സംസാരിച്ചു എന്ന് യുവതി തന്നെ നേരിട്ട് പറയുകയാണ് ഇവിടെ. എന്നിട്ടും അത്ര ഗൗരവത്തോടെയാണോ ഈ വിഷയങ്ങൾ ബന്ധപ്പെട്ടവർ കൈകാര്യം ചെയ്തതെന്നാണ് യുവതിയുടെ സഹപ്രവർത്തകർക്ക് സംശയം. പ്രമുഖരായ വ്യക്തികൾക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടതിന്റെ പേരിൽ പോലും ഉടനടി നടപടി സ്വീകരിക്കുന്ന ഈ 2022 കാലഘട്ടത്തിൽ ഒരു അമ്മയായ സ്ത്രീ തനിക്ക് നേരിട്ട അനുഭവം പറയുമ്പോൾ അതിൽ നടപടിയെടുക്കുവാൻ വൈകുന്നത് എന്തുകൊണ്ടെന്ന് ആരോപണം ഉയരുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ആർ ശിവൻകുട്ടി നായർ. ഞാൻ ഈ പെട്രോൾ പമ്പിൽ ഈ കമ്പനി BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കമ്പനി നേരിട്ട് നടത്തുന്ന ഈ പെട്രോൾ പമ്പിൽ ജോലിക്കായിട്ട് വന്നിട്ട് 4 വർഷമായി. ഈ 4 വർഷത്തിനുള്ളിൽ എനിക്ക് ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ തന്നെ വിക്ടിമേഷൻ, തൊഴിൽ നിയമങ്ങളുടെ ക്ലിയർ കട്ട് ലംഘനങ്ങൾ, ഇതൊക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് കേരള പെട്രോളിയം ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ CITU എന്നൊരു സംഘടന രൂപീകരിച്ചു. അത് ആത്മാർത്ഥമായിട്ട് തൊഴിലാളികൾ സഹകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഈ ഇടയായി ഇവിടുത്തെ ഒരു സ്ത്രീ തൊഴിലാളി അവരുടെ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ ESI ബെനിഫിറ്റും നൽകാത്തതുമായി ബന്ധപ്പെട്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി ആ തൊഴിലാളി ഇവിടുത്തെ മാനേജ്മെൻറ്റിനോടും അതുപോലെ തന്നെ ടെറിട്ടറി മാനേജർ റീറ്റെയിൽ എറണാകുളം ഇരുമ്പനം എന്ന അഡ്രസ്സിൽ രേഖാമൂലം പരാതി കൊടുത്തു. അത് കിട്ടി എന്ന് ബോധ്യമായതിനെ തുടർന്ന് അന്ന് മുതൽ ഇവിടുത്തെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാർച്ച് മാസം 4-ാം തീയതി തൊട്ട് ഏകദേശം 2 മാസത്തോളം ഇവിടെ സർവീസ് പ്രൊവൈഡർ ഇല്ല. മിസ്റ്റർ പറയുന്ന ആളാണ് സർവീസ് പ്രൊവൈഡർ. മാർച്ച് മാസം 4-ാം തീയതി മുതൽ മെയ് മാസം 4-ാം തീയതി വരെ അദ്ദേഹം അബ്രോഡ് ആയിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ട് സർവീസ് പ്രൊവൈഡറുടെ ചാർജ് വഹിച്ചിരുന്നത് ബ്രദറായിട്ടുള്ള മിസ്റ്റർ അപ്പോൾ ഈ ഞങ്ങളുടെ സ്ത്രീ തൊഴിലാളിയോട് അവരുടെ ബെനിഫിറ്റ് ആവശ്യപ്പെട്ട് പരാതി കൊടുത്തതിൻ്റെ വിരോധത്തിൽ ഈ 7/5 ആണെന്നാണ് എൻ്റെ ഏറ്റവും ഉറച്ച വിശ്വാസം. 7/5/2022 വൈകുന്നേരം ഒരു 6:30 മണിയോടുകൂടി ഈ പമ്പ് ഓഫീസിൽ വിളിച്ച് ആ കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് അതിൻ്റെ അടുത്ത് ആ തൊഴിലാളിയോട് ലോകത്തൊരു പുരുഷനും പറയാൻ പാടില്ലാത്ത തരത്തിൽ വളരെ അപമര്യാദയായിട്ട് വളരെ കരുതി കൂട്ടി അദ്ദേഹം ഈ എന്ന് പറയുന്ന ഈ മാനേജർ ഈ കുട്ടിയോട് വളരെ മോശമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രയർ ഈ വർക്ക് പ്ലേസ് ഹരാസ്മെൻ്റ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് ആവും ഈ കുട്ടിക്ക് വളരെ സീവിയർ ആയിട്ടുള്ള നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഈ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കാൻ ബാധ്യത ഉണ്ടായിരുന്നിട്ട് ഈ മാനേജ്മെൻറ്റ് നൽകിയില്ലെന്ന് മാത്രമല്ല ഇവർ ചെന്ന് യാചിച്ചിട്ടും നിനക്ക് വേണമെങ്കിൽ പൊയ്ക്കോ അല്ലെങ്കിൽ നിൻ്റെ ആരെങ്കിലും വിളിച്ചു വരുത്തിയിട്ട് പൊയ്ക്കോ, ഇവിടുന്ന് ആരെയും വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കുകയും അത് മനസ്സിലാക്കിയ ഇവിടെ ഒരു സ്ത്രീ തൊഴിലാളി അവർ നേരിട്ടിടപെട്ട് ഈ തൊഴിലാളിയെ കന്യാകുളങ്കര ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കുകയും അവിടെ ചെന്നപ്പോൾ ഈ കുട്ടിയുടെ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് ഡോക്ടേഴ്സ് തന്നെ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് മെഡിക്കൽ കോളേജിൽ വിടുകയും ചെയ്തു. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊന്നും ഒരു പൈസയുടെ സഹായമോ ഒരാളിൻ്റെ സഹായമോ ഒരു വെഹിക്കിളിൻ്റെ സഹായമോ ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ തൊഴിലാളിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 9/5/2022 വൈകുന്നേരത്തോടു കൂടി ഈ തൊഴിലാളി രേഖാമൂലം ഈ കുട്ടിക്ക് ഇവിടെ ഈ മാനേജറിൽ നിന്നും ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള പരാതി ബഹുമാനപ്പെട്ട വഞ്ഞാറമൂട് SHO അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊടുക്കുകയും അതിന് കൈപ്പറ്റി രസീത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഈ കുട്ടി ഇവിടെ ജോലിക്ക് വരാനുള്ള ശാരീരിക അവസ്ഥയിലല്ല, ആരോഗ്യസ്ഥിതി ഇല്ലായിരുന്നു.
അതിനുശേഷം ഇന്നലെ ജോലിക്ക് വന്നപ്പോൾ ഇവർ ഈ കുട്ടിയെ ജോലിക്ക് കയറ്റിയില്ല എന്ന് മാത്രമല്ല, അതിനെ വീണ്ടും ബ്രൂട്ടലായിട്ട് ഇവിടെ ഹരാസ് ചെയ്യുന്ന ഒരു അവസ്ഥ വരികയും ഇവർ നേരിട്ട് തന്നെ ഈ കുട്ടിയെയും മറ്റു തൊഴിലാളിയെയും എന്ന് പറയുന്ന വേറൊരു തൊഴിലാളിയെയും ജോലി ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ട് ഇവർ തന്നെ പോലീസിനെ വരുത്തി, വനിതാ പോലീസ് ഓഫീസേഴ്സ് വന്ന് ഈ തൊഴിലാളികളെ സ്റ്റേഷനിൽ കൊണ്ടുപോയതിനെ തുടർന്ന് വൈകുന്നേരം മൊഴിയെടുക്കുകയും ഈ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം രാത്രി 9:45 FIR നമ്പർ 612/2022 എന്ന നമ്പറിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തതായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ഇത്രയും ജാമ്യം പോലും കിട്ടാത്ത ഒരു ക്രിമിനൽ കേസിലെ പ്രതിയായിട്ട് നിൽക്കുന്ന ഈ മാനേജർ ഈ പമ്പിൽ നിന്ന് നിരപരാധിയായ തൊഴിലാളിയെ ഇന്ന് പുറത്താക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം. ഇതാണ് ഈ പമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിക്ടിമേഷനും ഇവിടുത്തെ എക്സ്പ്ലോയിറ്റേഷനും തൊഴിൽ നിയമങ്ങളുടെ ലംഘനവും ഏതെങ്കിലും തൊഴിലാളി ചൂണ്ടിക്കാണിച്ചാൽ അവരെ ഈ രീതിയിൽ ഇവിടെ വർക്ക് പ്ലേസിൽ ഹരാസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ നിത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ ഗുണ്ടകളെ വെച്ച് ഇന്ന് എന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതിൽ യാതൊരു ഭയവും എനിക്കില്ല. ഞങ്ങളെ തൊഴിലാളി, ഏത് സ്ത്രീ തൊഴിലാളി, അത് ഏത് തൊഴിലാളിയാണെങ്കിലും അവർക്ക് നീതി കിട്ടണം. അവർക്ക് മാന്യമായിട്ടും അന്തസ്സായിട്ടും ഈ സ്ഥാപനത്തിൽ, ഭാരത സർക്കാരിൻ്റെ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ ആത്മാഭിമാനത്തോടു കൂടി ധൈര്യത്തോടു കൂടി അവർക്ക് പണിയെടുത്ത് കഴിഞ്ഞുകൂടാനുള്ളൊരു ഒരു അവസരം ഉണ്ടാക്കണമെന്നും അതോടൊപ്പം തന്നെ 100% ഡിസബിലിറ്റി ബാധിച്ച ഒരു കുട്ടിയുടെ അമ്മയാണ് ഈ ഇര. 100% സെറിബ്രൽ പാൾസി ബാധിച്ച ഒരു കുട്ടിയുടെ അമ്മയാണ് ഈ ഇരയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അത്രമാത്രം ബ്രൂട്ടലായിട്ട് ഹരാസ് ചെയ്ത ഈ വ്യക്തിക്കെതിരെ നിയമം അനുശാസിക്കുന്ന മാക്സിമം നടപടി എടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്. മാത്രമല്ല, ഈ വാർത്തയ്ക്ക് വേണ്ടി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ എത്തിയ ഭാരത് വിഷനിലെ ക്യാമറാമാനെതിരെ പമ്പിലെ ചിലർ ചേർന്ന് പരാതി നൽകി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തതും വാർത്ത വരുന്നതിന് മുമ്പേ അത് ഒഴിവാക്കുവാൻ വേണ്ടി ചിലർ നടത്തുന്ന ശ്രമങ്ങളും സംഭവത്തിന്റെ ഗൗരവം കൂട്ടുന്നു. ഇവിടെ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി പരാതിക്കാരിയുടെ വാക്കുകൾ സത്യമെങ്കിൽ കുറ്റക്കാർക്കെതിരെ ലൈംഗിക അധിക്ഷേപത്തിനും സ്ത്രീത്വത്തെയും ഒരു അമ്മയെയും അവമാനിച്ചതിനും മാനുഷിക അവകാശങ്ങൾ ലംഘിച്ചതിനും തൊഴിലിടത്തെ പീഡനവുമെല്ലാം കണക്കിലെടുത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. പണവും അധികാരവും കൊണ്ട് ബാഹ്യ ഇടപെടലുകൾ നടത്തി പരാതിക്കാരി പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് എഴുതി ചേർക്കുവാൻ ശ്രമിച്ചാലും ഓർമ്മിക്കേണ്ടത്, പ്രസവം കഴിഞ്ഞ് ജോലിക്കെത്തിയ ഒരമ്മ ഒരിക്കലും ഇല്ലാത്ത ലൈംഗിക അധിക്ഷേപം ഉണ്ടാക്കി പറയില്ല. കാരണം അവർക്ക് ഈ ജോലി അത്യാവശ്യമാണെന്ന് അവർ തന്നെ പറയുന്നു. വാർത്ത ചിത്രീകരിക്കുവാൻ എത്തുന്നവർക്കെതിരെ പരാതി നൽകി വാർത്ത ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, തെറ്റ് ചെയ്യാത്തവർ പേടിക്കേണ്ടതില്ല. ഭാരത് വിഷൻ, വെഞ്ഞാറമൂട്.